കറിക്കുള്ള നാളികേരം ചിരണ്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മോള് വന്നിട്ട് ആഹാ അമ്മ ഇന്ന് കൊഴുക്കട്ട ഉണ്ടാക്കുന്നുണ്ടോന്ന്. അത് കേട്ടപ്പോൾ പിന്നെ തോന്നി ഏതായാലും കുറച്ച് കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുത്തേക്കാന്ന്. കറിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ബാക്കി വെച്ച് ഞാനിത് ഇത്തിരി കൊഴുക്കട്ട ഉണ്ടാക്കുകയാണ് കേട്ടോ. സാധാരണ പോലെ അരിപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തേങ്ങ ഒരല്പം കുറവായതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് അവലും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്യുന്നത്. ജീരകപ്പൊടി, ഏലക്കപ്പൊടിയും ആവശ്യമുള്ള ശർക്കര ഒരല്പം നെയ്യൊക്കെ ചേർത്താണ് നന്നായി കുഴച്ച് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരത്തെ മാവിനകത്തേക്ക് നമ്മുടെ ശർക്കര കൂട്ടൊക്കെ ഫില്ല് ചെയ്ത് വെച്ച് ആവി കയറ്റി എടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് മതിയല്ലോ നമ്മുടെ കൊഴുക്കട്ട ഒന്ന് വെന്ത് കിട്ടാൻ. 10 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി കൊഴുക്കട്ട. എന്തായാലും നമ്മുടെ നാടൻ പലഹാരത്തിൻ്റെ അത്രയൊന്നും വരില്ലല്ലോ ഇപ്പോഴത്തെ ബേക്കറി ഐറ്റംസ് ഒന്നും. മക്കൾക്ക് ഇഷ്ടമുള്ള ഐറ്റം കൂടിയാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ഒരു ഇത്തിരി ഇൻട്രസ്റ്റ് കൂടുമല്ലേ. അപ്പോഴേക്കും ഇതേ മോൻ ഇതേ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ പെട്ടെന്ന് കൊഴുക്കട്ടയും കൂട്ടി തന്നെ അവന് ചായ കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതേ അവനുടെ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇത് ആറിക്കിട്ടാൻ വേണ്ടിയിട്ട് 4 മുറിച്ചിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷമല്ലേ.